ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബും പഠിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മണ്ടത്തരങ്ങളുമൊക്കെ തലച്ചോറിലേറ്റ് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഇന്ന് സമൂഹം കാണുവാണ്. ഗർഭിണികളായാൽ സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ കൂടി കൊലയ്ക്ക് കൊടുത്ത ഉസ്താദിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടതാണ്. മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു പൊറോട്ട കെട്ടുകാരൻ വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞ 5ാമത്തെ പ്രസവത്തോടുകൂടി സ്വന്തം ഭാര്യയെ കൊന്നു. മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ, CM മടവൂർ എന്ന് പറയുന്ന ഒരു ഔലിയ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്നും അയാള് മരിച്ചവരെ ജീവിപ്പിക്കുമെന്നും അയാൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വന്നാല് വീട്ടിൽ മുമ്പിൽ കാണുന്നതൊക്കെ പറക്കി കൊടുക്കും, അതൊക്കെ സ്വർണമായി മാറുമായിരുന്നെന്നും തുടങ്ങിയ ഒരുപാട് മായാവി കഥകൾ പടച്ചുവിട്ട് പണമുണ്ടാക്കി ഇസ്ലാം മത വിശ്വാസികളുടെ ആത്മീയതയെ ചൂഷണം ചെയ്ത് അവരുടെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ചൂഷണം ചെയ്ത് കുറച്ചുകൂടി പൊലിപ്പിച്ച് ഇത്തരം കഥകളൊക്കെ തള്ളിവിട്ട് മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കുന്ന സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഒരു ഉണ്ണാക്കൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു വരുന്നു, അതിനനുസരിച്ച് രോഗികളും മെഡിസിനും ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പൊറോട്ട കെട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ആധുനിക മെഡിസിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. AP കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ മറ്റുള്ളവർക്ക് തുപ്പിയും തൂറിയും ഊതിയും നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് ഏതോ കാലഘട്ടത്തിലെ ആരുടെയൊക്കെയോ എവിടത്തെയൊക്കെയോ ഒരു മുടിയും കൊണ്ടുവന്നിട്ട് ആളെ പറ്റിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്നു. അവർക്കൊരസുഖം വന്നാലോ അവർ നേരെ പോകും ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഒരു പാവം പെണ്ണിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവൻ പ്രയോഗിച്ച തന്ത്രവും ഇത് തന്നെയായിരുന്നു. 5ാമത്തെ പ്രസവവും ഭാര്യയുടേത് വീട്ടിലായിരുന്നു. അങ്ങനെ ഈ പെണ്ണിനെയും കൊച്ചിനെയും ഒക്കെ, കൊച്ചിന് 72 മണിക്കൂറോളം പാല് പോലും കിട്ടിയില്ല, കാരണം ഉമ്മ മരിച്ചല്ലോ. വാടക വീട്ടിൽ തന്നെ കുഴിച്ചിടാനായിരുന്നു ഇവന്റെ ശ്രമം അത്രയും. പിന്നീട് അയൽക്കാരൊക്കെ അറിഞ്ഞ്, എല്ലാവരും അറിഞ്ഞു, പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയുടെ, അതായത് ഇവന്റെ ഭാര്യ, മരണപ്പെട്ടു പോയ ഭാര്യ, ഇവൻ കൊന്ന ഭാര്യ, അവന്റെ ഭാര്യ വീട്ടുകാർ തന്നെയാണ് പോലീസില് പരാതി കൊടുക്കുന്നത്. ഇവര് വയ്യാതെ കിടപ്പിലായിരുന്നു, ഒരു രൂപത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുത്തിട്ടില്ല. പക്ഷേ കളിക്കു മാത്രം ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവരുടെ ഗുഹ്യഭാഗത്തൊക്കെ വ്രണങ്ങളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, അതുപോലെ തന്നെ മുമ്പ് അസ്മ എന്ന് പറയുന്ന ഒരു 35-കാരിയും ഇതേപോലെ തന്നെ അക്യൂപങ്ചർ ചികിത്സയ്ക്കിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതും ഇതുപോലെ 4ാമത്തെയോ 5ാമത്തെയോ പ്രസവത്തിനിടയ്ക്കായിരുന്നു 3-4 കുട്ടികൾ മരണപ്പെട്ടിട്ടുമുണ്ട്. ഇതുപോലെയുള്ള ആളുകളുടെ മണ്ടത്തരങ്ങൾ കേൾക്കാൻ, വിഡ്ഢിത്തങ്ങൾ കേട്ട് വിശ്വസിക്കാൻ ഒരു മുസ്ലിം ജനത തയ്യാറാണ് എന്ന് പറയുമ്പോഴല്ലേ ശരിക്കു പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പരിതാപകരമായ സാഹചര്യങ്ങളെ കുറിച്ച് അറിയാൻ കഴിയൂ. ഇവൻ ചെറിയ വട്ടനല്ല, ഇതൊരു മുഴുവട്ടനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ പറയുക. ഇവന് 50 ലക്ഷം 55 ലക്ഷത്തിന്റെ വീടൊക്കെ മരിച്ചുപോയ മടവൂർ ഉസ്താദ് കൊടുത്തെന്നാ പറയുന്നത്. ഇവന്റെ സോഴ്സ് അന്വേഷിക്കട്ടെ. ഈ പൊറോട്ട കെട്ടുകാർക്ക് ഓടി കാറിൽ നടക്കാൻ ഇന്നോവ വീട്ടിൽ കിടക്കുന്നു, ഫോർച്യൂണർ വേറൊരെണ്ണം കിടക്കുന്നു, BMW അപ്ലൈ ചെയ്തിരിക്കുന്നു. എവിടെ പോയാലും ബുള്ളറ്റിലേ പോകൂ. എന്നിട്ട് ഇവര് പറയുന്നത്, നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫിയെ പോലെയുള്ള പണ്ഡിതന്മാര് പറയുന്നത്, 1 കിലോ വെളുത്തുള്ളി വാങ്ങാനുള്ള പണം പോലും ഈ ഉസ്താദുമാർക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നാ. എവിടെ നിന്നാണ് ഈ പണമൊക്കെ ഇവർക്ക് വരുന്നത്? കേട്ടു. 37 ലക്ഷം രൂപയുടെ വീട് മടവൂര് ശൈഖുന എനിക്ക് തന്നതാ. ഞാനൊരു ബാങ്കുമായിട്ടോ പലിശയായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. എന്റെ അനുഭവം ഞാൻ പറയുന്നത്, എന്റെ സ്വന്തം അനുഭവം. ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന. മടവൂര് ശൈഖുനാനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാ. ഏകദേശം ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനൊരു ചെറിയ വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു. ചെറിയൊരു വീടുണ്ടാക്കാൻ. ഒരു കാര്യം കൂടി അഡ്രസ് ചെയ്യട്ടെ. 57 ലക്ഷം രൂപയുടെ വീട് മരിച്ചുപോയ മടവൂർ ഔലിയ ഇവന് കൊടുത്തെന്നാണ് ഇവൻ പറയുന്നത്. ഇവന്റെ ഭാര്യ മരണവെപ്രാളം എടുത്തിട്ട് എന്താ രക്ഷിക്കാത്തത്? ഇവന്റെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവൻ മടവൂർ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചിരുന്നു, എങ്ങനെയെങ്കിലും മല പിടിച്ചോളെ ഒന്ന് തീർത്തു തരണേന്ന്. അല്ല, സ്വന്തം ഭാര്യയ്ക്ക് ശ്വാസതടസ്സമുണ്ടായി, പ്രസവത്തോടനുബന്ധിച്ചിട്ട് അമിത രക്തസ്രാവമുണ്ടായി.
അതൊന്ന് പരിഹരിച്ചു കൊടുക്കാൻ ഔലിയയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ശരി, ബാക്കി ഞാൻ ആഗ്രഹിച്ചു. എന്റെ അനുഭവം പറയുന്നത്, ആ സമയത്ത് എന്റെ 2 കൂട്ടുകാർ എന്റെ അടുത്ത് മടവൂര് ശൈഖുനായുടെ ഒരുപാട് ആൾക്കാരുകളുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരനായ ഒരു സഖാഫിയും ഒരു തങ്ങളും പറഞ്ഞ്, ഹബീബെ നിങ്ങള് ഈ വീടൊന്ന് വലുതാക്കും, പറ്റേ പോയല്ലോ എന്ന നിലക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീടൊന്ന് പൊളിച്ചു CM വലിയുള്ളാന്റെ ആണ്ടിന് ആ വീടിന് കല്ലിട്ട്. പഠിച്ചവനെ, അവര് കുറെ നോക്കിയിട്ട് നടന്നില്ല. വീട് ഏതായാലും 1 മാസം അവർ കുറെ ആൾക്കാർ പോയി നോക്കി, പക്ഷെ നടന്നില്ല. അവര് പിന്നെ അവരുടെ അവിടൊന്നുമില്ല. ഞാനാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്തു. വാടക വീട്ടിലേക്ക് മാറുമ്പോ എനിക്കാണെങ്കിലോ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ഒരു ഇല്ല. ബാപ്പക്കാണെങ്കിലോ സുഖമില്ലാത്ത ജോലിക്കൊന്നും പോകാത്തൊരു ഉപ്പയാണ്, പ്രായമുണ്ട്. അപ്പൊ വീട്ടിൽ തന്നെയാ. ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറയാ. കല്ലിട്ടു ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ കല്ലിട്ടതിന് ശേഷം പണി തുടങ്ങി. അപ്പൊ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞപ്പോ എനിക്ക് കിട്ടിയ 40,000 റുപ്യ, ആ പഴയ വീടിന്റെ ജനലും കട്ടള ഇഷ്ടികൊക്കെ കൊടുത്തപ്പോ ഒരു 40,000 റുപ്യ കിട്ടി. അതിലൊരു 20,000 റുപ്യ കൊണ്ട് ഞാൻ ഒരു വാടക വീട് എടുത്തു. ബാക്കി 20,000 റുപ്യ കൊണ്ട് വീടിന്റെ പണിക്കിറങ്ങി. ഞാൻ അൽഹംദുലില്ലാ ഏകദേശം എനിക്ക് തന്നെ അറിയില്ല, ഒരു പലിശയുമായിട്ടോ ബാങ്കുമായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഇവന്റെ ഒക്കെ സാമ്പത്തിക സോഴ്സുകൾ അറിയണ്ടേ? 57 ലക്ഷം രൂപ വിലയുള്ള വീട് ഇവൻ എങ്ങനെ വെച്ചു? എന്തുകൊണ്ടാണെന്നറിയാമോ? വിദേശ ഫണ്ട് ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനെ വളരെ കൃത്യമായിട്ട് നിയമം ഉപയോഗിച്ച് തന്നെ നരേന്ദ്രമോദി ബ്രേക്ക് ചെയ്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതുപോലെയുള്ള യമകണ്ഠൻ കാലന്മാരെ തളയ്ക്കാനാ. അൽഹംദുലില്ലാ എന്റെ ഒരേ ഘട്ടങ്ങൾ വരുമ്പോഴും ഞാൻ മടവൂര് ശൈഖുനയോട് പറയും, അതായത് ജനല് വെച്ച് ഇനി സൈഡ് വാർക്കണം, മേള് വാർക്കണം. 4 ലക്ഷം രൂപയാണ് എന്റെ അടുത്ത് കോൺട്രാക്ടർ ആവശ്യപ്പെട്ടത്. ഞാൻ എവിടെ പോയി ചോദിക്കാനാ? ആരെടുത്ത് ചോദിക്കാനാ? ഞാൻ മടവൂര് ശൈഖുനാനെ പോയി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രിയിൽ എന്നെ ഒരാൾ വിളിക്കുന്നു. അയാള് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാ, ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ട്, അതായത് മരിച്ചുപോയ മടവൂർ ഷെയ്ഖിന്റെ ഖബറിന്റെ അവിടെ ചെന്ന് ഇദ്ദേഹം ഒന്ന് സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞ് സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വീട് വേണം. അപ്പോൾ കിട്ടിയ മറുപടി ഒന്ന് കേട്ടു നോക്ക്. ആരെടുത്ത് ചോദിക്കാനാ? ഞാൻ മടവൂര് ശൈഖുനാനെ പോയി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രിയിൽ എന്നെ ഒരാള് വിളിക്കുന്നു. അയാള് വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാ, ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എനിക്കൊന്ന് പറഞ്ഞേരി എന്ന് പറഞ്ഞ് ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരാള് അല്ലെങ്കിൽ കാഫിലെ കാണാൻ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, അക്കൗണ്ട് നമ്പരൊക്കെ കൊടുത്തു. 4 ലക്ഷം രൂപ ഞാൻ കണക്കും പറഞ്ഞിട്ടില്ല, അയാളോട് ഒന്നും പറഞ്ഞിട്ടില്ല. ദിവസം ആളെ വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ്, തിങ്കളാഴ്ചക്ക് ചൊവ്വാഴ്ചക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോ അൽഹംദുലില്ലാ തിങ്കളാഴ്ച രാവിലെ സുബൈക്ക് എണീക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എന്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപ. അങ്ങനെ ഏകദേശം 1 കൊല്ലം കൊണ്ട്, അതായത് ഈ ആണ്ടിന് വീട് വെക്കാൻ തുടങ്ങി പിറ്റേ ആണ്ടായ ശവ്വാലില് ഞാൻ വീടിന്റെ കയറി താമസിക്കലും ഉറൂസ് നടത്തി 57 ലക്ഷം രൂപയുടെ വീട് മടവൂര് ശൈഖുന എനിക്ക് തന്നതാ. ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. എന്റെ അനുഭവം ഞാൻ പറയുന്നത്, എന്റെ സ്വന്തം അനുഭവം. ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല പറയുന്ന. മടവൂര് ശൈഖുനാനെ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. 57 ലക്ഷം. അവിടെ നിൽക്കട്ടെ. ഇനി ഈ അന്ധവിശ്വാസം എത്രമാത്രം ആളുകള് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ ഇത് കമന്റ്സ് ഒന്ന് നോക്കാം. കണ്ണിൽ കണ്ടവരോട് കാശ് ചോദിച്ച് ഇരന്നു വാങ്ങിയാൽ അത് മടവൂർ ഷെയ്ഖിന്റെ കറാമത്താകുമോ? CMന്റെ പേരും പറഞ്ഞ് സ്വന്തം ഭാര്യയെ കൊലയ്ക്കു കൊടുത്തവനായിവൻ. പ്രവാചകൻ പറഞ്ഞത് എത്ര സത്യം. അവസാന കാലത്ത് ചില പണ്ഡിതന്മാരിറങ്ങും, കളവ് പറയുന്നവർ അവരാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൂടി ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നവർ. ഇസ്ലാമിനെ മറ്റ് സമുദായങ്ങൾക്ക് മുമ്പിൽ പരിഹാസപാത്രമാക്കുന്നു. ഈ പണ്ഡിതന്മാരിലൂടെയാണ് കൂടുതൽ എക്സ് മുസ്ലിങ്ങളെ സൃഷ്ടിക്കുന്നത്. പ്രവാചകനും അനുചരന്മാർക്കും ഇല്ലാത്ത കഴിവുകൾ ആണ് ഇവർക്കുള്ളത്. അത് വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരും. ഉസ്താദെ, നിങ്ങളുടെ മാത്രം അനുഭവമല്ല. വിവരം കെട്ട കൗമിനെ, കൗമ് എന്ന് പറഞ്ഞാൽ സമുദായം, വിവരം കെട്ട കൗമിനെ സലാത്ത് നഗർ, ദിക്ർ ഹൽക്ക എന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് 4.5 കോടിയുടെ വീട് വെച്ച മൊല്ലാക്കമാരുണ്ട്. CM മക്കാമിലേക്ക് പല നുണക്കഥകളും കറാമത്തായി പ്രചരിപ്പിച്ച ആളെ
കൂട്ടിക്കൊടുക്കുന്ന കമ്മീഷനാണ് ആ വീട്. ആൾക്കാരെ പറ്റിച്ച് വീടുണ്ടാക്കി. ചിന്തിക്കണം, വരും കാലത്ത് സമ്പന്നരായ ഒരു ജനതയെ വാർക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു? പുരോഗതിയുടെ നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ ചില അന്ധവിശ്വാസ സംവിധാന ഘടകങ്ങൾ നാട്ടിലുടനീളമുണ്ടാകുമ്പോൾ അതൊരു യഥാർത്ഥ സത്യമാണോ, തെളിവില്ലാത്തവയാണ്, അംഗീകരിക്കാത്തതാണോ? നാളെ ഇവരുടെ ഈ വ്യക്തതയില്ലാത്ത ഈ അവകാശവാദം പുതിയ തെളിവുകൾ ഉണ്ടാകുമ്പോൾ ഈ തെളിവുകൾ എന്താണെന്നും വ്യക്തതയില്ലാത്ത ഈ ആവർത്തനങ്ങൾ എന്താണെന്നും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ എന്നും സംശയങ്ങളുള്ള നമ്മുടെ രാജ്യത്തെ നാട്ടുകാർ, ഭരണവർഗങ്ങൾ എന്തുകൊണ്ട് ഇതൊരു പുനർ അന്വേഷണം നടത്തി യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വിളിച്ചു പറയാൻ സന്നദ്ധരായി നിൽക്കുന്നില്ല? വളരെ നല്ലത്. താങ്കൾ മടവൂരിനെ പിടിച്ചോ, അറിവില്ലാത്ത മുസ്ലിമിനെ പിഴപ്പിക്കല്ലേ പഹയ. അതൊക്കെ മുസ്ലിങ്ങളാട്ടോ. എടാ ചേറ്റേ, ഞാനും വീട് വെച്ചിട്ടുണ്ട്, 25 ലക്ഷത്തിന്റെ ഉള്ളിലുള്ള വീട്. അതിന് ഞാൻ 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു. നന്നായി എല്ലുമുറി അധ്വാനിച്ചിട്ടും നല്ലവണ്ണം എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എൻ്റെ റബ്ബ് തന്ന അനുഗ്രഹമാണല്ലാതെ നിന്നെപ്പോലെ ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്ത് പറ്റിച്ച് ജനങ്ങളെ കഫം കാത്ത് നിന്നിട്ട് കയറ്റിയ വീടല്ല. എടാ പട്ടി, നിന്റെ ഭാര്യയെ കൊന്നതല്ലേ? ആ പാവം സ്ത്രീക്ക് പ്രസവവേദന വന്നിട്ടുണ്ട്. ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നിന്നെ പോലുള്ള ഈ തലേക്കെട്ടുകാരാണ് ഈ നാടിന്റെ ശാപം. ഒരുപാട് ആളുകൾ നല്ല തെറിയും പറയുന്നുണ്ട്. പിന്നെ തെറി പറയുന്നത് പോലെ തന്നെ വേറെ ഒരു വിഭാഗം ഇവർക്ക് പൂച്ചെണ്ടുകളും പൂമാലകളും നൽകുന്നില്ലേ? ഇല്ലേ? എന്തുദ്ദേശിച്ചിട്ടാണ് ഇവന്റെ അക്കൗണ്ടിലേക്ക് ആളുകൾ പണം കൊടുക്കുന്നത്? ഇവന്റെ മണ്ടത്തരം കെട്ട് വിശ്വസിച്ചിട്ട് തന്നെയല്ലേ? നന്ദി.